നമസ്കാരം. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഫോസ്ഫറസ്, നൈട്രജൻ എന്നീ മൂലകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേർന്നതെന്ന കാര്യത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി നാസയുടെ പിന്തുണയോടെയുള്ള ശാസ്ത്ര പഠനം പുറത്തു വന്നിരിക്കുകയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ രൂപീകരണമാണ് ഭൂമിയിലേക്ക് ഈ മൂലകങ്ങൾ എത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചതെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. പ്രമുഖ ശാസ്ത്ര മാസികയായ സയൻസ് അഡ്വാൻസസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഹൂസ്റ്റണിലെ റൈസ് സർവകലാശാലയിലെ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ രാജ്ദീപ് ദാസ്ഗുപ്തയുടെ നേതൃത്വത്തിൽ ഗവേഷകനായ ദേബ്ജിത്ത് പഥക് ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ പഠനത്തിന് പിന്നിൽ. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യന് ചുറ്റുമുള്ള വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും ഒരു വലിയ മേഘപടലത്തിൽ നിന്നാണ് സൗരയൂഥം രൂപപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ വാതകങ്ങളും ധൂളികകളും ഒന്നിച്ചു ചേർന്ന പ്ലാനറ്ററി സിമൽസ് എന്നറിയപ്പെടുന്ന പാറക്കൂട്ടങ്ങളുണ്ടായി. ഇവ തമ്മിൽ കൂട്ടിയിടിച്ചാണ് പിന്നീട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം രൂപപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ 2 വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട ഉൽക്കകളിലെ ഫോസ്ഫറസ് നൈട്രജൻ അനുപാതം ലാബ് പരീക്ഷണങ്ങളിലൂടെയും ജിയോ കെമിക്കൽ മോഡലിങ്ങിലൂടെയും ശാസ്ത്രജ്ഞർ വിശദമായി പരിശോധിച്ചു. സൗരയൂഥത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ മൂലകങ്ങൾ പുറം ഭാഗത്തേക്ക് ഒഴുകുകയായിരുന്നുവെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. എന്നാൽ സൗരയൂഥത്തിൻ്റെ മധ്യഭാഗത്തായി വ്യാഴം എന്ന ഭീമൻ ഗ്രഹം രൂപപ്പെടുകയും അതിൻ്റെ വലിപ്പം വർദ്ധിക്കുകയും ചെയ്തതോടെ കഥ മാറി മറിഞ്ഞു. വ്യാഴത്തിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലം കാരണം അന്തർ സൗരയൂഥത്തിൽ നിന്നും പുറം സൗരയൂഥത്തിലേക്കുള്ള ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെയും ഒഴുക്ക് തടസ്സപ്പെട്ടു. ഇതോടെ സൂര്യനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന തോതിൽ ഫോസ്ഫറസ് നൈട്രജൻ അനുപാതമുള്ള പാറക്കൂട്ടങ്ങൾ അവശേഷിച്ചു. ഭൂമി അതിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ ഈ അന്തർ സൗരയൂഥത്തിലെ വസ്തുക്കളിൽ നിന്നാണ് ജീവന് ആവശ്യമായ മൂലകങ്ങൾ പ്രധാനമായും സ്വീകരിച്ചത്. മുൻപ് കരുതിയിരുന്നത് പോലെ സൗരയൂഥത്തിൻ്റെ പുറംഭാഗത്തു നിന്നുള്ള ഉൽക്കകൾ വഴിയല്ല ഇത് ഭൂമിയിലെത്തിയതെന്ന് ഈ പഠനം തെളിയിക്കുന്നു. പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ മറ്റ് ഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിൽ ഈ പഠനം വലിയൊരു വഴിത്തിരിവാണ്. വ്യാഴത്തെ പോലെയുള്ള ഒരു ഭീമൻ ഗ്രഹത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ഒരു ഗ്രഹത്തിന് ജീവന് ആവശ്യമായ മൂലകങ്ങളുടെ കൃത്യമായ അനുപാതം സ്വന്തമാക്കാൻ കഴിയുമോ എന്നത് ഇനിയും പഠിക്കേണ്ട കാര്യമാണെന്ന് രാജ്ദീപ് ദാസ്ഗുപ്ത വ്യക്തമാക്കി. അതായത് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അവിടെ വ്യാഴത്തെ പോലൊരു വലിയ ഗ്രഹത്തിൻ്റെ സാന്നിധ്യം കൂടി അനിവാര്യമാണ് എന്നാണ് ഈ കണ്ടെത്തൽ നൽകുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമേ TV.